ഒരു 1.5 മാസം മുമ്പ് ഒരു ചാക്കിനകത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ മധുരക്കിഴങ്ങ് നട്ടിരുന്നു. അതിനായിട്ട് ഞാൻ ചെയ്തത് ഒരു വലിയ പ്ലാസ്റ്റിക് ചാക്കിൽ ഒരു വലിയ അരിച്ചാക്കാണ്. അതിനകത്ത് ഒരു 1/4 ഭാഗത്തോളം കരിയില നിറച്ച് അതിനു മേലെ ചാണകപ്പൊടി കലർത്തിയ മണ്ണ്, നല്ല ഇളക്കമുള്ള മണ്ണ്, അത് ഒരു പകുതിയോളം, ചാക്കിന് പകുതിയോളം ആ മണ്ണ് നിറച്ച് അതിന് മുകളിൽ കരിയില വീണ്ടും ഒരു 1/4 ഭാഗം കൂടെ. അപ്പോൾ ഏകദേശം ടോട്ടൽ 1/4 ചാക്കായി. അങ്ങനെ ആ 1/4 ചാക്ക് വരുന്ന ആ ഒരു മിശ്രിതത്തിൽ മധുരക്കിഴങ്ങിൻ്റെ വള്ളി ഒരു സുമാർ 1 അടിയോളം നീളത്തിൽ മുറിച്ച്, ആ മുറിച്ച ഒരു 4 കഷ്ണം വള്ളി ഏറ്റവും മേൽഭാഗത്ത് വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയില കൂടെ ഇട്ട്, പിന്നീട് ചാക്കിന് ചുറ്റും പേന കൊണ്ട് ഒരു ദ്വാരം ഇട്ടിട്ട് ആ ദ്വാരത്തിലൂടെ ഈ 1 അടി നീളമുള്ള മധുരക്കിഴങ്ങിൻ്റെ വള്ളി കയറ്റി വെച്ചു. അങ്ങനെ ഒരു 3-4 എണ്ണം അങ്ങനെ ചാക്കിന് മധ്യഭാഗത്തായിട്ട് ചുറ്റും അങ്ങനെ കയറ്റി വെച്ചു. അതിനുശേഷം അത് മഴയില്ലാത്ത സമയങ്ങളിൽ നനച്ചു കൊടുക്കുകയും ചെയ്തു. ആ ചാക്കിന് മധ്യഭാഗത്ത് കയറ്റി വെച്ച വള്ളികളിൽ ഒരു 2 വള്ളി മാത്രമേ പിടിച്ചുള്ളൂ, ബാക്കി എല്ലാം പോയി. എന്നാൽ മുകളിൽ വെച്ച വള്ളികൾ നല്ല പോലെ പിടിക്കുകയും അത് നന്നായി വളരുകയും ചെയ്തു. കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ചുവട്ടിൽ കുറച്ചും കൂടി, അതിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ കരിയില ചേർത്തു. കരിയില ചേർക്കുമ്പോൾ ഇതിൻ്റെ മേൽഭാഗം പൂർണ്ണമായും മൂടാണ്ട് ശ്രദ്ധിക്കണം. അത് പകഞ്ഞ് മാറ്റിയിട്ട് അതിന് മുകളിൽ ആണ് കരിയില നിറച്ചത്. അതിനുശേഷം കുറച്ച് ചാരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് അധികമായിട്ട് വന്ന തലകളൊക്കെ നുള്ളിക്കളഞ്ഞ്, ഒരുപാട് നീളാനൊന്നും അനുവദിക്കാതെ അധികമായിട്ട് വന്ന അതിൻ്റെ തലപ്പുകളൊക്കെ നുള്ളിക്കളഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനിയൊരു 1.5 മാസം 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല പഴുക്കാൻ തുടങ്ങും. ആ സമയത്താണ് നമ്മളിത് പറിച്ച് എടുക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്.